ടോപ്പ് റാങ്ക് പി എസ് സിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അനന്തു CS. ഇന്ന് നിങ്ങൾക്ക് പി എസ് സിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്കിൽ നിന്നിട്ടാണ് ഞാൻ വരുന്നത്. അതിനെക്കുറിച്ച് ഒരു നല്ലൊരു ടിപ്സും നല്ലൊരു ഷോർട്ട് കട്ടും ഞാൻ നിങ്ങൾക്കിന്ന് പറഞ്ഞു തരും. ആ ടോപ്പിക്ക് ഇതാണ്: കേരളത്തിലെ നദികൾ. നദികൾ എന്ന ടോപ്പിക് പൊതുവേ പി എസ് സിക്ക് വളരെ ഇഷ്ടമാണ്. അത് ഇന്ത്യൻ നദിയായാലും കേരള നദിയായാലും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കേരളത്തിലെ നദികളെക്കുറിച്ചാണ്. റിവേഴ്സ് ഇൻ കേരള. റിവേഴ്സ് ഇൻ കേരള എന്ന ടോപ്പിക്കാണ് ഞാൻ എടുക്കുന്നത്. അതിൽ കേരളത്തിൽ നമുക്കറിയാം 44 നദികളാണ് പ്രധാനമായിട്ടുള്ളത്. 44 നദികളാണ് കേരളത്തിൽ പ്രധാനമായിട്ടുള്ളത്. അതിൽ 3 ഈസ്റ്റ് വേർഡ്സ് ഒഴുകുന്ന നദികളാണ്. 3 ഈസ്റ്റ് വേർഡ്സ്, ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സാണ് 3. അത് ഏതൊക്കെയാണെന്ന് അറിയാമോ? കബനി, ഭവാനി, പാമ്പാർ. ഈ 3 നദികളാണ് പ്രധാനമായും കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ. ബാക്കി 41 എണ്ണവും അതിന് ഓപ്പോസിറ്റായിട്ടാണ് ഒഴുകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പി എസ് സിക്ക് ഈ 41 നദികൾ എങ്ങനെ പഠിക്കും എന്നുള്ളതാണ്. പി എസ് സിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് നദികളുണ്ട്. അതിൽ നിന്നുമായിരിക്കും പ്രധാനമായും പി എസ് സി ചോദ്യങ്ങൾ ചോദിക്കുന്നതും ഉണ്ടാകുന്നത്. അതാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. കേരളത്തിലെ നദികൾ പ്രധാനമായും ഒഴുകി വരുന്നത് എവിടെ എന്നൊരു ചോദ്യം വന്നാൽ നമുക്കറിയാം, ഗുജറാത്ത് മുതൽ ഇങ്ങനെ നമ്മുടെ താഴെ കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്ന ഒരു വലിയ മരുനിലയുണ്ട്, വെസ്റ്റേൺ ഗട്ട്സ്. ഈ വെസ്റ്റേൺ ഗട്ട്സിൽ നിന്ന് മാത്രമാണ് കേരളത്തിലെ എല്ലാ നദികളും ഉത്ഭവിക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനുള്ളൊരു ചെറുതായിട്ടൊരു കാര്യം പറഞ്ഞു തരാം. കേരളത്തിൽ ഏത് നദി എടുത്താലും അത് എവിടെയാണ് തീരുന്നത് എന്ന് ചോദിച്ചാൽ ഓൾമോസ്റ്റ് എല്ലാം അറബിക്കടലിലായിരിക്കും എന്നുള്ളതാണ് സത്യം. കാര്യം എല്ലാം ഇങ്ങോട്ടാണ് ഒഴുകുന്നത്. കേരളം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് എടുത്താൽ എല്ലാം ഈ ഡയറക്ഷനിലേക്കായിരിക്കും ഒഴുകുന്നത്. അതുകൊണ്ട് പിന്നെ കാസർഗോഡുള്ള ഉപ്പളം കായലിൽ വന്നു ചേരുന്ന നദികളുണ്ട്. അതൊക്കെ ഞാൻ പിന്നീട് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അപ്പോൾ നമുക്കിപ്പോൾ പഠിക്കാനുള്ളത് പി എസ് സിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് നദികളും അത് വലിപ്പ അടിസ്ഥാനത്തിൽ എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ സ്ഥിരം പറയാൻ പോലെ ഒരു കഥയുമായിട്ടാണ് ഞാൻ ഇന്നും നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ഭരതൻ എന്ന് പറയുന്ന ഒരു കൊച്ചു പയ്യനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഭരതൻ ഒരു നാട്ടിൻപുറത്തുകാരനാണ്. എന്നാൽ നമ്മുടെ തിരുവനന്തപുരം നഗരത്തിലെ ചാല നഗരത്തോട് ചേർന്നിട്ടുള്ള ഒരു നാട്ടിൻപുറത്തുകാരനാണ് നമ്മുടെ ഭരതൻ. അപ്പോൾ ഞാൻ ഒരു കഥ ഇങ്ങനെ എഴുതുകയാണ്. പെരിയ ഭരതൻ പാമ്പിനെ കണ്ടപ്പോൾ ചാലിൽ ചാടി ചാലയിൽ കൂടെ ഓടി. ഇത് കണ്ട് പെരിയ ഭരതൻ പാമ്പിനെ കണ്ടപ്പോൾ ചാലിൽ ചാടി ചാലയിൽ കൂടെ ഓടി. ഇത് കണ്ട കടയിലിരുന്ന അച്ഛൻ ഒരു പാമ്പിനെ കണ്ട എന്ത് ചെയ്യും? ഒരു കല്ലെടുത്തെറിഞ്ഞു. അപ്പം നമുക്കിവിടെ പ്രധാനമായിട്ട് 3 കഥാപാത്രമല്ല. അപ്പം കല്ലെടുത്തെറിഞ്ഞപ്പോൾ പാമ്പിന് ക്ഷമയൊക്കെ വന്നു. പാമ്പ് എന്ത് ചെയ്തു? മൂവരും കൂടെ വള വാങ്ങാൻ ചന്തയിൽ പോയി. ഇതാണ് നമ്മുടെ കഥ. വളരെ രസകരമായൊരു കഥയാണെന്ന് തോന്നുന്നില്ല. എന്നാലും ഈ കഥ കേൾക്കുക. പെരിയ ഭരതൻ പാമ്പിനെ കണ്ടപ്പോൾ ചാലിൽ ചാടി ചാലയിൽ കൂടെ ഓടി. ഇത് കണ്ട് കടയിലിരുന്ന അച്ഛൻ കല്ലെടുത്തെറിഞ്ഞു. മൂവരും കൂടെ വള വാങ്ങാൻ എവിടെ പോയി? ചന്തയിൽ പോയി. ഇതിനകത്ത് പ്രധാനപ്പെട്ട ചില വാക്കുകൾ ഞാൻ അണ്ടർലൈൻ ചെയ്തു തരുന്നതിന്: അച്ഛൻ, കല്ല്, മൂവര്, വള, ചന്ത.
ഇത്രയും വേർഡാണ് നമുക്ക് ഇതിനകത്ത് വേണ്ടത്. അപ്പം ഞാനൊന്ന് വായിക്കാം. കഥ നിങ്ങൾ ഓർത്തോണം. കഥ ഒരിക്കൽ കൂടി പറയാം. പെരിയ ഭരതൻ പാമ്പിനെ കണ്ടപ്പോൾ ചാലിൽ ചാടി, ചാലയിൽ കൂടെ ഓടി. ഇത് കണ്ട് കടയിലിരുന്ന അച്ഛൻ കല്ലെടുത്തെറിഞ്ഞു. മൂവരും കൂടെ വള വാങ്ങാൻ ചന്തയിൽ പോയി. ഇതാണ് നമ്മുടെ കഥ. അപ്പോൾ ഞാൻ ഇത് വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. പെരിയ ഭരതൻ, പെരിയ എന്ന് പറയുമ്പോൾ പെരിയാർ, ഭരതൻ ഭാരതപ്പുഴ. അടുത്ത പെരിയ ഭരതൻ പാമ്പിനെ കണ്ടപ്പോൾ, പാമ്പെന്ന് പറയുമ്പോൾ പമ്പ. ചാലിൽ ചാടി, ചാലിയാർ. ചാലയിൽ കൂടെ ഓടി, ചാലക്കുടി പുഴ. ഇത് കണ്ട് കടയിലിരുന്ന, കട എന്ന് പറയുമ്പോൾ കടലുണ്ടി. അച്ഛൻ, അച്ഛൻ കോവിൽ. കല്ലെടുത്തെറിഞ്ഞു, കല്ലട. മൂവരും കൂടി, മൂവാറ്റു പുഴ. എന്നിട്ട് മൂവരും കൂടി എന്തു പോയി? വള വാങ്ങാൻ, വളപട്ടണം. വളപട്ടണം പുഴ. എവിടെ പോയി? ചന്തയിൽ പോയി, ചന്ദ്രഗിരി. ഇത്രയാണ് നമ്മളുടെ PSC ചോദിക്കുന്ന പ്രധാനപ്പെട്ട നദികൾ. പെരിയ ഭരതൻ പാമ്പിനെ കണ്ടപ്പോൾ ചാലിൽ ചാടി, ചാലയിൽ കൂടെ ഓടി. ഇത് കണ്ട് കടയിലിരുന്ന അച്ഛൻ കല്ലെടുത്തെറിഞ്ഞു. മൂവരും കൂടെ വള വാങ്ങാൻ ചന്തയിൽ പോയി. ഇതാണ്. ഇത് ശരിക്കും ഇതിനൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏറ്റവും വലിയ നദി എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഏറ്റവും ചെറിയ നദി ഏതെന്ന് ചോദിച്ചാലും നമുക്ക് പറയാം. രണ്ടാമത്തത് ഏതെന്ന് ചോദിച്ചാലും നമുക്ക് പറയാം. അങ്ങനെ ഏത് ചോദ്യവും നമുക്ക് പറയാം. ഇത് വലിപ്പ അടിസ്ഥാനത്തിലാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. പെരിയാറിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് 244 കിലോമീറ്ററാണ്. ഇത് 209 കിലോമീറ്ററാണ്. ഇത് 176, ഇത് 169, 145.5, 130, 128, 121, ഇത് 121 തന്നെ, 110, 105. ഇതാണ് വലിപ്പാടിസ്ഥാനത്തിലാണ്. ഇതത് സഞ്ചരിക്കുന്ന ദൂരമാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. പെരിയാർ 244 കിലോമീറ്റർ, ഭാരതപ്പുഴ 209, പമ്പ 176, ചാലിയാർ 169, ചാലക്കുടി പുഴ 145, കടലുണ്ടി 130, അച്ചൻകോവിലാർ 128, കല്ലട 121, മൂവാറ്റുപുഴ. ഇത് രണ്ട് ശ്രദ്ധിക്കുക. കല്ലടയും മൂവാറ്റുപുഴ ഏതാണ്ട് ഒരേ ദൂരത്തിൽ തന്നെയാണ് ഒഴുകുന്നത്. പിന്നെ വീതിയുടെ വ്യത്യാസം ഉണ്ടായതുകൊണ്ടാണ് അവർ തമ്മിൽ ഒരാൾ മേളിൽ ഒരാൾ താഴെയായത്. പിന്നെ വളപട്ടണം, ഒരാൾ ചന്ദ്രഗിരി. ഇത്രയും ആണ് നമുക്ക് പ്രധാനമായിട്ടും PSC ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിപ്പാടിസ്ഥാനത്തിൽ ഏത് തരം ക്വസ്റ്റ്യൻ വന്നാലും ഒന്നാമത്തേത് ഏത്, ഏറ്റവും അവസാനത്തേത് ഏത്, രണ്ടാമത്തെ ഏറ്റവും വലുത് ഏത്, രണ്ടാമത്തെ ഏറ്റവും ചെറുപ്പത്തിൽ ചെറിയ അളവിൽ ഏറ്റവും രണ്ടാമത്തത് ഏത് എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ ഈ ഒരു കഥ പഠിച്ചാൽ നിങ്ങൾക്ക് ഈസിയായിട്ട് ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയും. മാത്രമല്ല, ദൂരം വെച്ച് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചാൽ ഈ ഒരു കഥ അറിയാമെങ്കിൽ നിങ്ങൾക്കിപ്പോൾ അഥവാ നിങ്ങൾക്ക് ഈ ദൂരം ഓർമ്മയിൽ ഇരിക്കുന്നില്ലെങ്കിൽ കൂടിയും ഈ കഥ അറിഞ്ഞാൽ നിങ്ങൾക്കതൊരു കാൽക്കുലേഷൻസിൽ അത് എഴുതാൻ കഴിയും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇനി ഈ നദിയെക്കുറിച്ചുള്ള കൂടുതൽ പോർഷൻസ് ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയും. അത് കൂടുതൽ നിങ്ങൾ ഇൻഡെപ്തിൽ പഠിക്കണം. എല്ലാത്തിനും ഷോർട്ട് കട്ട്സ് പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇന്നത്തെ ഈ ഷോർട്ട് കട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കൂടുതൽ ടിപ്സുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുക. നന്ദി, നമസ്കാരം.